കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വയനാട്ടിൽ നടന്ന സംഭവം അവിടെ എന്താ പറയുക, അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം അവിടുത്തെ 2 ഗ്രാമങ്ങളെ അഫക്റ്റ് ചെയ്തു. അത് കാരണം നമ്മളെല്ലാവരും അവിടെയുള്ള ജനങ്ങൾ, അവിടെ മരണപ്പെട്ടു പോയവർ, അവരുടെ കുടുംബത്തിന് വേണ്ടി നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി കുറേ ഹെൽപ്പ് തേടുന്നുണ്ട്. അടുത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. കുറേ ആക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്യ സംസ്ഥാനത്തു നിന്നുള്ള എല്ലാവരും ഈ ഒരു സമയത്ത് എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളെല്ലാം ഒത്തൊരുമയോടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന സമയങ്ങളിലും സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞ് അങ്ങോട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് എന്താണ് ഈ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോസിനൊക്കെ താഴെ കമൻറ്റ് നമ്മൾ വായിച്ച് നോക്കുമ്പം ഇത്രയും മോശമായിട്ടുള്ള ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് പോയി. ഇങ്ങനെയുള്ളവർ നമ്മുടെ ഇന്ത്യയിലുണ്ടോ, ഈ ലോകത്തുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന കണക്കുള്ളവരാണ്. കാരണം ഓരോരുത്തർ വന്ന കമൻറ്റ് ബോക്സ് ഇത് അവർക്ക് വേണം, കേരളത്തിൽ ഇതിന് ആവശ്യമുണ്ട്. അതിൽ ഒരു കമൻ്റ് എന്ന് പറയുമ്പോഴത്തേന് ബീഫ് തിന്നുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലയോ, അത് കഴിഞ്ഞിട്ട് ഇന്ന ഒരു സ്റ്റൈൽ ഇന്ന മലബാർ ഈ ഒരു ഏരിയയിൽ ഉള്ളവരായിരുന്നു ഇത് സംഭവിക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ കേന്ദ്രത്തിനോട് ഇനി പൈസയൊന്നും ചോദിക്കാൻ പാടില്ല, കാരണം അവരല്ലല്ലോ വോട്ടൊന്നും അവരധികം ചെയ്യാറില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് കുറേ കമൻറ്റുകളും കേരളത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ളത് സോഷ്യൽ മീഡിയ നടക്കുന്നത്. അതും നോർത്ത് ഇന്ത്യക്കാരാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഓരോ കമൻറ്റുകളും. അതുപോലെ തന്നെ എന്താണ് ഇതിന് മാത്രം നമ്മളോട് ഒരു ഒരു ആപത്തുള്ള സമയത്ത് പോലും ഇങ്ങനെ പെരുമാറണമെങ്കിൽ എങ്ങനെയുള്ള മനുഷ്യരായിരിക്കണം? അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് അവർക്ക് പറ്റുമ്പോൾ ഇത് മനസ്സിലാവും. അതോ അവരും ഇങ്ങനെ തന്നെ ആയിരിക്കും യഥാർത്ഥത്തിൽ അവർക്ക് പറ്റുമ്പോൾ പറയുന്നത്? എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. ഓരോരുത്തരുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. നമ്മളത് കമൻറ്റ്സ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും. കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ ഒന്നുമില്ല. ചിലപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുമ്പോഴായിരിക്കും ചിലവർക്ക് അറിയുന്നത്. ബട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യണം, അവർ ഇത് ചെയ്യുന്നില്ല, അതിന് വേണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഇതൊക്കെയാണ് ഈ നോർത്ത് ഇന്ത്യൻസ് പറയുന്നത്. ബാക്കിയുള്ളവരെ സങ്കടത്തിൽ കൂടെ നിന്നില്ലെങ്കിലും കുറ്റം പറയാതിരിക്കണം, അത് പഠിക്കുന്നതാണ് മെയിനായിട്ടുള്ളത്. ഇവർക്കിങ്ങനെ വരുമ്പോൾ മാത്രമേ ഇവർക്കുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. സോ ഇത് ഞാൻ ഒരു കമൻറ്റ് വായിച്ചപ്പോഴത്തേന് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞു. എപ്പോഴും നിങ്ങൾ ഏത് തരത്തിലുള്ള കമൻറ്റ് നിങ്ങൾ വേണം കേട്ടോ, ഞങ്ങൾ മലയാളികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എപ്പോഴും, ഇനി എന്തൊക്കെ സംഭവിച്ചാലും.